89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. എല്ലാ വ്യക്തികളും ഒരുപോലെ അത്യാവശ്യമായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇത് എന്താണ്, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, എന്നാലും ഇത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇതിൽ പ്രാവീണ്യം ചെലുത്തിയവരായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ ഇതിൽ ഭയങ്കരമായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇതെനിക്ക് നേടിയെടുക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അപ്പം അതിനുവേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ തുടങ്ങിയതൊക്കെ നമ്മൾ ഇന്ന് കേട്ടറിയാനായിട്ട് പോകുവാണ്. പറഞ്ഞു വരുന്നത് ഡ്രൈവിംഗ് ലേണിങ്ങിനെ കുറിച്ചാണ്. സോ ഈ ഒരു പ്രൊസീജിയറിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം തുടങ്ങിയതൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റും ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് വിനീത VK, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ. ഏകദേശം 10 വർഷത്തിലധികമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇൻസ്ട്രക്ടർ ആയിട്ട് നിൽക്കുന്നു. സോ മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, അങ്ങനെ നമ്മൾ വിനീത മാമിലേക്ക് എത്തിപ്പെടുന്നു. നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് പോകുന്നു. ആൻഡ് അതിന് മുന്നേ മാമിൻ്റെ ഒരു ഡ്രൈവിംഗ് അനുഭവം എങ്ങനെയാണ്, ആദ്യമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങുന്നത്, എങ്ങനെയാണ് ഇത് പഠിപ്പിക്കാം എന്നുള്ളൊരു തോന്നലിലേക്ക് വന്നത്? ആക്ച്വലി ശരിക്കും ഞാൻ ഇതിലേക്ക് പഠിപ്പിക്കണം എന്നൊരു ചിന്തയേ ഇല്ലായിരുന്നു. ഞാൻ ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളല്ല. ഓക്കെ, ഞാൻ ശരിക്കും എൻ്റെ വേറൊരു ഫീൽഡായിരുന്നു. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് മാരീഡ് ചെയ്ത് വന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്കിന് അവിടെ ഡ്രൈവിംഗ് സ്കൂളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്ന് പെട്ടത്. ശരിക്കും അപ്പോൾ എനിക്കൊരു സൈക്കിൾ ബാലൻസ്, എല്ലാവരും പറയും ഓ ഡ്രൈവിംഗ് ഇതൊക്കെ നമ്മൾ വെറുതെ ജസ്റ്റ് നോക്കി നിൽക്കാറേ ഉള്ളൂ, അല്ലെങ്കിൽ കയറി വണ്ടി ഇരുന്ന് യാത്ര ചെയ്യാറേ ഉള്ളൂ, അല്ലാതെ അതിൽ നമുക്ക് പറ്റും എന്നൊരു ചിന്ത അപ്പോഴും ഇല്ല. കാരണം എനിക്ക് എൻ്റെ ഒരു വിചാരം, എനിക്ക് ഇതൊന്നും അറിയില്ല, കാരണം ഒരു സൈക്കിളിൽ പോലും കയറിയിട്ടില്ല. അപ്പൊ എനിക്കത് പറ്റില്ല, അതുകൊണ്ട് ഞാനത് ചിന്തിച്ചില്ല. പ്രത്യേകിച്ച് സ്കൂട്ടറെ കയറുമ്പോൾ പോലും ആ സ്കൂട്ടർ നീക്കി വെക്കുമ്പോൾ ആ വെയിറ്റ് കാരണം നമ്മളൊക്കെ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ നോക്കാറില്ല. വണ്ടിയെ കയറി യാത്ര ചെയ്തുള്ള ശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 വർഷം കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നു. പക്ഷെ വന്നപ്പോഴേ ഈ വീട്ടിൽ പപ്പ എന്നെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് അന്നേരം തന്നെ കയറി പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കാന്ന് വിചാരിച്ച് തുടങ്ങി. ആദ്യം തുടങ്ങുന്നത് കാറ് പഠിപ്പിക്കാനാണ് തുടങ്ങുന്നത്. അപ്പോഴും കാറ് നമ്മൾ ഓടിച്ചിട്ടില്ല, സൈക്കിൾ ബാലൻസ് ഇല്ല എന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് സ്കൂട്ടർ പഠിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ കയറി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അതിനോട്. അങ്ങനെ ഞാൻ അത് കൊള്ളാലോ എന്ന് വിചാരിച്ചാണ് ശരിക്കും ആദ്യം ലൈസൻസ് എടുക്കുന്ന കാര്യമൊന്നും അല്ല. ആദ്യം ഇങ്ങനെ പപ്പ എന്ന് ജസ്റ്റ് വണ്ടി കയറി നോക്കിയപ്പോൾ അന്നൊക്കെ അവിടെ സ്കൂൾ ഉള്ളത് കൊണ്ട് പറ്റുമായിരുന്നു. അത് ലേണേഴ്സ് അപ്പം എടുക്കണം. അത് കഴിഞ്ഞാണ് നമ്മൾ ശരിക്കും തുടങ്ങുന്നത് കേട്ടോ, പഠിക്കാനൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ഇൻട്രസ്റ്റ് വന്നത് ഇങ്ങനെ കല്യാണം കഴിച്ചു വന്നത് ഇങ്ങനെ ആയതുകൊണ്ട് അവിടെ വന്നപ്പോഴത്തേക്കിന് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ആർക്കും പറ്റുന്നൊരു കാര്യമുള്ളൂ. ശരിക്കും നമ്മളെല്ലാവരും പേടിച്ചിരിക്കുന്നു, അതൊന്നും അല്ല, ഒന്നുമില്ല, ആർക്കും പഠിക്കാം. അതാണ് ശരിക്കും ഈസിയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ പഠിപ്പിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? പഠിപ്പിക്കാം എന്നുള്ള ചിന്തയിലെത്തിയത് ഞാൻ പഠിച്ച് ലൈസൻസ് എടുത്തു. അപ്പൊ ആദ്യമൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെയായിരിക്കും പഠിപ്പിക്കാന്നുള്ള ചിന്ത എത്തിയത്. ശരിക്കും നമുക്ക് കുറെ നാൾ ഓടിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഇത് നമുക്ക് വഴങ്ങുന്നെന്ന് കണ്ടപ്പോഴത്തേക്കിന് പിന്നെ സ്കൂള് നമ്മളുടെ കയ്യിൽ പപ്പ ഉണ്ട്. അപ്പൊ ഇത് ഏകദേശം നമുക്ക് സ്ത്രീകൾക്കൊക്കെ എല്ലാവർക്കും മുമ്പോട്ട് വരാൻ ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണല്ലോ ഞാനും വന്നത്. അപ്പൊ അത് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് മറ്റുള്ളവരോട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കാരണം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് അത് ഒന്നും അറിയില്ലായിരുന്നു, ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും എന്നൊരിത് എനിക്ക് കുഴപ്പമില്ലാന്ന് ഞാൻ എന്ത് ജസ്റ്റ് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുക ചെയ്തു. കാരണം എനിക്ക് ആ പപ്പയുടെ വണ്ടി അല്ലെ വേറൊരാളുടെ വണ്ടി. അപ്പൊ ഞാനത് ഒരു വണ്ടി ഉണ്ടായിരുന്നു, എൻ്റെ പേരിലൊരു വണ്ടി, ഒരു ചെറിയൊരു മാരുതി എടുത്ത് തുടക്കം വിടുകയാണ് ചെയ്തത്. അന്ന് പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലല്ല, ഞാൻ ശരിക്കും തുടങ്ങിയത് 2 വീലർ ആണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2 വീലർ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം കുട്ടികൾ തന്നെ പറഞ്ഞു ലേഡീസിന് കംഫർട്ടബിൾ ആണ്, പ്രത്യേകിച്ച് ലേഡീസ് തന്നെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ. അപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു ചേച്ചി പഠിപ്പിക്കുവാണെങ്കിൽ ഞങ്ങൾ വരാം. അങ്ങനെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ നോക്കാം, എനിക്ക് അറിയില്ല എന്നൊരു വാക്ക് പറഞ്ഞില്ല, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി. ആ ഫസ്റ്റ് അവരിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ് എന്നെ ഇത്ര എത്തിച്ചെന്ന് പറയാം. ഒരു 10 വർഷം നീണ്ട ഒരു യാത്ര. എന്നുവെച്ചാൽ ആ കുട്ടികൾ തന്നെ അവരെന്നോട് പറഞ്ഞു നമുക്ക് ചേച്ചി പഠിപ്പിച്ച് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ പറഞ്ഞ രീതികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. അവർ 3 പേര് ഫസ്റ്റ് ലെവൽ പാസ്സായി വരുന്നവർ. അപ്പം എനിക്ക് തന്നെ ഇത് ശരിക്കും നമ്മുടെ മനസ്സാണ് ശരിക്കും
നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമുക്ക് പറ്റില്ല എന്നുള്ള ചിന്ത മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇതല്ല അവർക്ക് പറ്റുന്നുള്ളതെന്ന് തോന്നിയെന്ന് വെച്ചാൽ എനിക്കും പറ്റില്ല എന്ന് തോന്നിയതായിരുന്നല്ലോ. അപ്പം നമ്മുടെ മനസ്സ് അത്രേ ഉള്ളൂ. നമ്മുടെ ആ ഒരു മനോഭാവം മാറ്റിയെടുത്ത എല്ലാ സ്ത്രീകൾക്കും പറ്റുന്ന കാര്യമാണ്. സ്ത്രീകൾ എന്നല്ല, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമില്ല. സ്ത്രീകളാണിത് ശരിക്കും പിന്നോട്ട് നിൽക്കുകയോ എനിക്ക് പറ്റുമോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ശരിക്കും നമുക്ക് അവർ നമ്മളുടെ അടുക്കൽ വന്നിരുന്ന് ആ ഒരു മനസ്സ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ശരിക്കും മനസ്സ് നമുക്ക് വേണമെന്നൊരു ചിന്ത ഉണ്ടായാൽ ഇത് പഠിക്കാൻ ഏറ്റവും ഈസിയാണ്. നമുക്ക് ഒരു പ്രയാസവും ഇല്ല പഠിക്കാനായിട്ട്. അടിപൊളി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറെ പേര് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. പല സാഹചര്യങ്ങൾ കൊണ്ട് അത് നീണ്ടു പോകുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് നമ്മുടെ ഇന്നത്തെ ഉയരെ എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മുടെ മാം പറഞ്ഞതുപോലെ തന്നെ മനോഭാവം ഒന്ന് മാറ്റി മനസ്സറിഞ്ഞൊന്ന് പഠിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സറിഞ്ഞ് കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ഇന്ന് ഉയരയിലൊരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മുടെ കൂടെ എൻ്റെ സ്റ്റിയറിംഗ് പിടിക്കാനായിട്ടും ക്ലച്ച് അമർത്താനായിട്ടും അവിടെ ചവിട്ട് ഇവിടെ ചവിട്ട് ബ്രേക്ക് പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ എന്നുള്ളത് വിനീത മാമാണ്. വിനീത VK, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ. അപ്പം മാം, നമ്മൾ ഇന്ന് ഡ്രൈവിങ്ങിനെ കുറിച്ച്, ഡ്രൈവിംഗ് ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടറിയുന്നത്. അപ്പം ആർക്കും പറ്റും, അല്ലെങ്കിൽ മാം എങ്ങനെയാണ് ഇത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത്, മാമിൻ്റെ ഒരു ആദ്യ വാഹന ഓടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ ഇതുപോലെ ഓടിക്കാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അറിയേണ്ട ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത്. ഇപ്പം നമുക്ക് ഓർക്കെ നമ്മൾ മൈൻഡ് സെറ്റാക്കി അതിനുശേഷം കുറേ പേപ്പർ വർക്ക്സ് ഉണ്ട്, ഇതിൻ്റെ പിന്നാലെ കുറച്ചൊന്ന് നമ്മളൊന്ന് നടക്കണം. അപ്പം എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, അതിൻ്റെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒന്ന് പറയാമോ? പറയാം. അത് നമുക്ക് ശരിക്കും തുടങ്ങാനായിട്ട് ആർക്കായാലും പഠിക്കാൻ തുടങ്ങണമെങ്കിൽ ലേണേഴ്സ് എടുക്കാം. ലേണിംഗ് ആണ് അതിൻ്റെ മെയിനായിട്ട് ഫസ്റ്റ് തുടങ്ങേണ്ടത്. റോഡിൽ ഇറങ്ങണമെങ്കിൽ ലേണേഴ്സ് ഇല്ലെങ്കിൽ ഇപ്പം ട്രാഫിക്കിലാണെങ്കിലും ഭയങ്കര പ്രശ്നങ്ങളാണ്, ചെക്കിങ്ങിലാണെങ്കിലും അങ്ങനെ നിയമവിരുദ്ധമാണ്, പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ലേണേഴ്സ് എടുത്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ലേണേഴ്സ് എടുക്കണമെങ്കിൽ ഒരു കുട്ടി അതിനെന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്, ചിലർ പറയും ലേണേഴ്സ് ഉണ്ട് എനിക്ക് എന്ന് വെച്ചാൽ ലേണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം ഒരു കുട്ടിക്ക് 2 വീലറിൻ്റെ ലൈസൻസ് കാണും, അവർക്ക് 4 എടുക്കണം. അപ്പോൾ അവർ പറയും എനിക്ക് ലേണേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കാറ് ഞാൻ പഠിക്കാൻ തുടങ്ങിക്കോട്ടെ. പക്ഷെ അത് അങ്ങനെ പറ്റത്തില്ല. അത് 2 വീലറിൻ്റെ ലേണറാണുള്ളത്. കാറ് പഠിക്കണമെങ്കിൽ ആ 2 വീലറിൻ്റെ ലേണേഴ്സ് പോരാ. കാറിന് വേണ്ടിയിട്ട് നമ്മൾ ആ 2 വീലർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കാറിന് വേണ്ടിയിട്ട് അഡീഷണൽ ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് നമ്മൾ ലേണേഴ്സ് അപ്രൂവായി കിട്ടണം. നമുക്ക് ഫീസൊക്കെ അടിച്ച് അതിനുവേണ്ടി LMVയുടെ കാറിൻ്റെ ലേണർ പാസ്സായാൽ മാത്രമേ ഉള്ളൂ കാറ് പഠിക്കാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ. 2-ന്റെ ലേണർ വെച്ച് പഠിക്കാമെന്ന് മിക്കവരും ചോദിക്കാറുണ്ട്. അങ്ങനെ പറ്റത്തില്ല. കാറ് പഠിക്കണമെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ള ലേണർ നമ്മൾ എടുത്താലേ ഉള്ളൂ പറ്റുള്ളൂ. അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഐ ടെസ്റ്റ് ആണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യണം. നമ്മളൊരു ആള് അവരുടെ വിഷ്വൽ ടെസ്റ്റ് എടുത്ത് അത് ഒപ്താൽമോളജിസ്റ്റിനെ കണ്ട് അത് ചെയ്തിട്ട് വരണം. ഐ ടെസ്റ്റ് മെയിനായിട്ട് ചെയ്യണം. അതിനുശേഷം പിന്നെ അവർക്ക് ഇപ്പം ഏതാണോ പ്രൂഫ്, 2 പ്രൂഫ് വേണം. ഒന്ന് ഇതായിട്ട് നമുക്ക് ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട്, ഗവൺമെൻറ് നമ്മളിപ്പം അംഗീകരിച്ചിട്ടുള്ള പ്രൂഫും ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് ചിലർ ചോദിക്കും ഏതൊക്കെയാണ്, ആധാർ പോരെ? ആധാർ അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് ഒരു ആളുടെ ഏജ് പ്രൂഫ് വേണം, മസ്റ്റാണ്. ആധാർ നിർബന്ധമാണ്. അതിൽ കൂടാതെ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അവരുടെ പാസ്പോർട്ടാകാം, അല്ലെങ്കിൽ 10th സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഇതിലേതെങ്കിലും 2 പ്രൂഫ് നിർബന്ധം ഇപ്പം. അത് മസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ആധാർ മാത്രം വെച്ചൊക്കെ ലേണേഴ്സ് ചെയ്യാമായിരുന്നു. ഇപ്പം പറ്റില്ല. ഇപ്പോൾ 2 പ്രൂഫ് വേറെ നമ്മളുടെ വേണം. അത് ഒന്ന് ആധാർ, അല്ലെങ്കിൽ ഏജ് പ്രൂഫ് തെളിയിക്കുന്നതിന് ബർത്ത് സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പാസ്പോർട്ട്. ഇത് 3-ൽ ഏതെങ്കിലും ആകണം. നിർബന്ധമായിട്ടും. അപ്പം ഐ ടെസ്റ്റ് ഇനി 40 വയസ്സിന് മേളിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അത് അപ്പം മെഡിക്കലിൻ്റെ ഉള്ള ഫോം നമ്മളുടെ സ്കൂളുകളിൽ തന്നെ അതിൻ്റെ ചെയ്യേണ്ട ഫോമുണ്ട്. അത് ഓൺലൈനിൽ കാണും. ആ ഫോമിൽ ഫോട്ടോ ഒട്ടിച്ച് നമ്മൾ ഒപ്താൽമോളജിസ്റ്റിനെ കണ്ടിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എവിടെയും പോയി കണ്ടിട്ടല്ല. ആ ഫോമിൽ തന്നെ നമ്മൾ ചെയ്ത് ഐ ടെസ്റ്റ് ചെയ്യുക, പിന്നെ മെഡിക്കൽ ചെയ്യുക. 40 വയസ്സിന് മേലുള്ളവർ, അല്ലാത്തവർക്ക് ഐ ടെസ്റ്റ് മാത്രം മതി. പിന്നെ ഈ 2 പ്രൂഫും ഇത്രയും വെച്ച് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നു. ഓൺലൈൻ ഫീസ് അടച്ച് ലേണേഴ്സ് എഴുതാൻ പോകുന്നു. ലേണേഴ്സ് കഴിഞ്ഞിട്ടാണ്
ലേണേഴ്സ് കഴിഞ്ഞിട്ടും പഠിക്കാൻ വരാം. ലേണേഴ്സ് കഴിഞ്ഞ് 30 days കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് കിട്ടത്തുള്ളൂ. എത്ര ലേണേഴ്സ് പാസ്സായപ്പോലും ലേണേഴ്സിൻ്റെ പിറ്റേ ആ മാസം തന്നെ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ലേണേഴ്സ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പഠിക്കാൻ തുടങ്ങാം. പക്ഷേ ടെസ്റ്റിന് നമുക്ക് ഡേറ്റ് കിട്ടുന്നത് 30 days കഴിഞ്ഞുള്ള ഡേറ്റേ ഉള്ളൂ അനുവദിക്കത്തുള്ളൂ. ചിലർക്ക് വെളിയിൽ പോകേണ്ട ആളുകളൊക്കെ കാണും. അവർ ചോദിക്കും, ഞങ്ങൾക്ക് ലേണേഴ്സ് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ള ഞങ്ങൾക്ക് വീട്ടിൽ നാട്ടിൽ ലീവുള്ളൂ, അപ്പം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കും പറ്റില്ല. 30 days എന്തായാലും കമ്പൽസറി ആണ്. ആ ദിവസം 30 days കഴിഞ്ഞുള്ള ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ഡേറ്റിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താലും കിട്ടുന്ന ഡേറ്റ് ചിലപ്പം ഈ 30 days കഴിഞ്ഞുള്ള ഇപ്പം ഡിസംബറിലാണ് അപ്ലൈ ചെയ്തെങ്കിൽ ജനുവരി കിട്ടണമെന്നില്ല. അതിങ്ങനെ ബുക്ക് ചെയ്തിട്ടിരിക്കുക. ഓൺലൈനിൽ ബുക്കിംഗ് നമുക്ക് കയറി നോക്കി പറയാം, സീറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അത് ഫെബ്രുവരി ആകാം, മാർച്ച് ആകാം കിട്ടുന്ന സീറ്റ്. ഓക്കെ, നമ്മൾ ആ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് RTIയിൽ പോയി ബന്ധപ്പെട്ട് അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട്. അത് നമുക്ക് സാറിനൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ 30 days കഴിഞ്ഞുള്ള ഡേറ്റ് നമുക്ക് അനുവദിച്ച് കിട്ടും. അങ്ങനെയൊക്കെ മാർഗങ്ങളുണ്ട്. 30 days കഴിഞ്ഞ് വേണമെന്നുള്ളവർക്ക് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ, ഇപ്പം വെളിയിൽ പോകുന്നവരാണെങ്കിൽ അതിൻ്റെ പാസ്പോർട്ടോ എന്തെങ്കിലും കാണിച്ച് ടിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ കാണിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ RTI ഡേറ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഡേറ്റ് പ്രകാരം ഓർഡറിൽ ആൾക്കാർ സീറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന അനുസരിച്ചാണ് ടെസ്റ്റിന് പോകുന്നത്. ഇനി എക്സാമിനോ എന്തെങ്കിലും പോകണമുണ്ട്, നാട്ടിൽ ഇത്ര ഉള്ളെന്നുള്ള അതിനെന്തോ ഒരു പ്രൂഫ് കാണിക്കണം. അങ്ങനെയുള്ളവർക്ക് ഉള്ളു ഈ RTI പോയാൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കിട്ടത്തുള്ളൂ. കയറ്റി കിട്ടാൻ എല്ലാവർക്കും ചെന്ന് കിട്ടത്തില്ല. അത് ഇങ്ങനെ ഒരു എന്തെങ്കിലും പ്രൂഫ് കാണിക്കണം. എമർജൻസി സിറ്റുവേഷനുമാണെങ്കിൽ മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഐ ടെസ്റ്റ് കഴിഞ്ഞു, അപ്ലൈ ചെയ്തു, ലേണേഴ്സ് ടെസ്റ്റ് എഴുതി, ലേണേഴ്സിന് 30 days ശേഷം പാസ്സായി. പിന്നെ നമുക്ക് തുടർ പഠനം. ഓക്കെ. അങ്ങനെ വാഹനം അത് പഠിക്കുന്നു, അതിനുശേഷം പിന്നെ നമ്മൾ ടെസ്റ്റ് എടുക്കാം. ഓക്കെ. അങ്ങനെ ആ ഒരു പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അതോടൊപ്പം തന്നെ മാം ഇപ്പൊ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമുക്ക് ആധാർ മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ ഡേറ്റ് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ആധാർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് സൂചിപ്പിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ 10th സർട്ടിഫിക്കറ്റോ വേണം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട പേപ്പേഴ്സ് എന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് ഡ്രൈവിംഗ് ലേണിംഗിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ കേട്ടറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ആൻഡ് നമ്മൾ പല ആളുകൾക്കും വാഹനം ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ കൊതിക്കുന്നവർക്ക് ഇന്ന് ഉയരെ ചിറകായി നിൽക്കുകയാണ്. ഈ ചിറകിൽ നമ്മളെ ഇങ്ങനെ മറച്ചു നിൽക്കുന്നത് നമ്മുടെ വിനീത മാമാണ്. 10 വർഷമായി ഒരുപാട് പേരെ ആ ചിറകിൽ ഇങ്ങനെ കൊണ്ടുപോയി ലൈസൻസ് എടുക്കുന്നു, ലേണേഴ്സ് എഴുതിപ്പിക്കുന്നു, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. വിനീത VK ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ. മാം, നമ്മൾ വാഹനം ഓടിക്കുന്നതിനായി പഠിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടു. അത്യാവശ്യമായിട്ട് വേണ്ട പേപ്പർ വർക്ക്സ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടു. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് ഇതിനകത്ത് വേണ്ട ചില ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതെന്തൊക്കെയായിരിക്കും ഈ ഒരു ഡ്രൈവിംഗ് പഠനത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ? എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ ഒരു യുഗത്തില് ഡ്രൈവിംഗ് എന്നൊരു അത്യാവശ്യ ഘടകമായിട്ടിരിക്കുക. വരുന്നത് തന്നെ ആ ഒരു ആവശ്യകത നോക്കിയാണല്ലോ ഇപ്പം ആളുകൾ എന്തായാലും എളുപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഡ്രൈവിംഗ് ഇല്ലാണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് നടക്കത്തില്ല. അപ്പോൾ ശരിക്കും വേറെ ഒന്നും വിചാരിക്കണ്ട, നല്ല ഫ്രീ ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ പേടിയൊന്നും കൂടാണ്ട് ഇതിലേക്ക് കടന്നു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവർക്കും അറച്ചു നിൽക്കും, ഇത് പറ്റുമോ എന്നൊരു ചിന്തയാണ്. പക്ഷെ നിങ്ങളന്ന് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതിനകത്ത് ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കിന് അവരുമായിട്ട് നമുക്ക് ആ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട്. ആണുങ്ങൾക്കായിരിക്കും കൂടുതൽ, നമുക്ക് സ്ത്രീകൾക്ക് പറ്റില്ല, അങ്ങനൊന്നും ഇല്ല. ഇത് ശരിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഇരിക്കുന്നയാൾ എത്ര ഫ്രീ ആയിട്ടിരിക്കാവോ. ഡ്രൈവിംഗ് പഠിക്കാൻ ഏറ്റവും മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെല്ലുമ്പോൾ, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു, എങ്ങനെ ഇരിക്കുന്നത്, നമ്മളിപ്പം വിളിക്കും, ആ ഒരു മനോഭാവത്തിലല്ലേ നമ്മളിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഉള്ളിലൊരു പെട്ടെന്ന് ഈ പറഞ്ഞോട്ടൊരു ഒരു ഭയം, അങ്ങനെ ഒരു വേദന ഉണ്ടാവും അല്ലേ. അത് ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുമോ, എത്ര പെട്ടെന്ന് എന്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ
അത്രയും നല്ലതായിട്ട് പഠിക്കാൻ പറ്റും. ഞാനാണെങ്കിൽ പോലും ആദ്യം ചെല്ലുമ്പോൾ സ്റ്റിയറിംഗ് നമ്മുടെ ആ ഒരു ഭയം, അതുകൊണ്ട് നമ്മൾ കുട്ടികൾ കാണുന്ന ആദ്യം വരുമ്പോൾ എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ലായിരുന്നു, അങ്ങനെ ഞാൻ അവരോട് പറയും എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞ ഏറ്റവും മെയിനായിട്ടാണ് നിങ്ങൾ സീറ്റിലോട്ട് ബ്രീത്ത് ഒക്കെ എടുത്ത് നല്ല ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കാൻ പറയും, നല്ല കൂളായിട്ടിരുന്ന് കൊടുക്കാൻ പറയും സീറ്റിൽ. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമ്മുടെ ഉള്ളിലെ ശ്വാസവും നമ്മുടെ ആ പേടിയും ഭയവും എല്ലാം കൂടെ നമ്മൾ സ്റ്റിയറിംഗിലേക്ക് കയറി പിടിക്കും. സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴത്തേക്കും ആ ബലം, നമ്മുടെ ഷോൾഡറിലെ ഒരു ബാലൻസ്, ഷോൾഡർ വെയിറ്റ്, അതാണ് എല്ലാവർക്കും നമ്മൾ വണ്ടിയെ പിടിക്കും വണ്ടി വേറെ വഴിക്ക് പോകുന്നത്. മെയിൻ ആയിട്ടുള്ള കാരണം അതാണ്. ആ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. വണ്ടിയെ കയറിയ സ്റ്റിയറിംഗിലോട്ട് നമ്മുടെ ഉള്ളിലെ ഭയവും എല്ലാം കൂടെ കൂടി പിടിക്കുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ വണ്ടി എങ്ങോട്ട് പോകണോ ആ നമ്മൾ പിടിക്കുന്ന ബലത്തിനനുസരിച്ച് അത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കാണ്ട് ഏറ്റവും ഫ്രീ ആയിട്ട് സ്റ്റിയറിംഗിൽ ഒരു കുട്ടിയുടെ കൈ, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരാളുടെ കയ്യെ പിടിച്ച് നടക്കുന്നത് പോലെ ആ സ്റ്റിയറിംഗിനെ സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. അതേ പിടിക്കുക, നല്ല ഫ്രീ ആയിട്ട് പൊക്കോളൂ വണ്ടി, നല്ല കൂളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഫ്രീ ആയിട്ട് നല്ല ഫ്രീ ആയിട്ടിരിക്കുക. സീറ്റിലോട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക, അതാണ് മെയിൻ. അത്ര അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓക്കെ ആയിക്കോളൂ. പിന്നെ അറിയാലോ, നമ്മളൊരു ഡ്രൈവിംഗ് ചെയ്യുമ്പോഴത്തേക്കിന് ഏറ്റവും നമ്മൾ കയ്യിലല്ല ശരിക്കും കാലിലാണ് ഫുള്ള് കൺട്രോൾ. കാറ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കേട്ടോ. സ്കൂട്ടർ ആണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് കൊടുക്കുക, ഒരു ചെയറിൽ ഇരിക്കുന്നത് പോലെ. ഒരു ഇന്റർവ്യൂവിന് പോകാൻ ഇരിക്കുന്ന പോലെയല്ല, നമ്മളൊരു മടുത്ത് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെ നമ്മൾ ഇരിക്കുന്നോ അങ്ങനെ നമ്മൾ ആ സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ ചെയറിലേക്ക് ഇരുന്ന് കൊടുക്കുക. നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കില്ലല്ലോ, കുറച്ച് ടെൻഷനില്ലേ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ബലം ഫുൾ എവിടെ ആയിരിക്കും എന്നറിയാമോ? ശരിക്കും ഞാൻ അതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്. 2 വീലർ പഠിക്കുന്നവർക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഇരിക്കുന്നയാള് ഇരിക്കുന്ന സീറ്റിലേക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പഠിച്ചെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ ഇരുന്നൊരു ചെയർ ഇരുന്ന് നോക്കിക്കേ, ഇരുന്നിട്ട് നമ്മുടെ 2 കാലുകളും ഒന്ന് മേലോട്ട് പൊക്കി ഇരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് സീറ്റിലല്ലേ, അപ്പൊ തന്നെ ആ നമ്മൾ ഇരുന്ന ആ വാഹനത്തിന്റെ ചക്രം ഉരുളാൻ തുടങ്ങും. നമ്മൾ ഈ ചവിട്ടി പിടിച്ചിരുന്ന് ബലം പിടിച്ച് ഷോൾഡർ വെയിറ്റ് മൊത്തം ഹാൻഡിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നീങ്ങില്ല. അപ്പൊ ആ ഷോൾഡർ വെയിറ്റ് ഹാൻഡിലും കൂടെ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഹാൻഡിൽ വെട്ടും. അതാണ് 2 വീലർ പഠിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. 2 വീലർ പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര ഏജുള്ളവർ വന്ന് പഠിക്കുന്നുണ്ടെന്നറിയാമോ? നല്ല ഏജുള്ളവർ പഠിക്കുന്നുണ്ട്. പക്ഷെ അവർ വരുമ്പോഴേ ഇതാ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അവർ പറയും ആ പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നോട് പറയാനുണ്ട്. അത് നമുക്ക് ഭയങ്കര. പിന്നെ അങ്ങനെ ഇരിക്കുന്നതിനുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പോട്ടാണെങ്കിലും ആ പഠിച്ച രീതി അനുസരിച്ചായിരിക്കും ഈ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പം ഷോൾഡർ വെയിറ്റ്, അപ്പം ഈ അറിയത്തില്ലാത്ത ആളുകളെ ബാലൻസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂട്ടറിൽ പോകുന്ന ഒരാൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ കുട്ടിക്ക് ബാലൻസ് കുറവാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ 2 കൈകൾ ഇങ്ങനെ പക്ഷിയുടെ ചിറക് വിടർന്നിരിക്കുന്നു, 2 കൈകൾ ഇങ്ങനെ ബാലൻസ് നിൽക്കുകയായിരിക്കും. എന്താ വെച്ചാൽ അവർക്ക് ഫുൾ ബാലൻസ് അവരുടെ കൈകളിലാണ്. കൈ ഒന്ന് എടുത്ത് പോലും ഓടിക്കാൻ. പക്ഷെ ബാലൻസ് ഉള്ള ആൾക്കാർ എങ്ങനെ ഓടിക്കുന്നത്? കൈ വിട്ട് വരെ ഓടിക്കത്തില്ലേ? പക്ഷെ ബാലൻസ് ഇല്ലാത്തവർക്ക് അത് പറ്റില്ല. അവരിങ്ങനെ നിൽക്കുന്നത്. അവരുടെ ഷോൾഡർ വെയിറ്റ് ഫുള്ള് ഷോൾഡറിൽ നിന്ന് കൈകളിൽ വന്ന് ഹാൻഡിലേ തട്ടി നിൽക്കുക. അതാണ് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആ ബാലൻസ് ഫുള്ള് പോകും. അങ്ങനെ അല്ലാണ്ട് അല്ല ഈസി ആയിട്ട് ഫ്രീ ആയിട്ടിരുന്ന് സ്കൂട്ടർ എങ്ങനെ പഠിച്ചെന്ന് വെച്ചാൽ ചിലരിങ്ങനെ തുഴഞ്ഞു പഠിക്കും. തുഴഞ്ഞു പഠിക്കരുത്. നമ്മൾ കാല് മേല് പയ്യെ 2 കാല് സീറ്റിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഇരുന്നിട്ട് പൊക്കി മെല്ലെ അങ്ങോട്ട് വണ്ടി ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇപ്പൊ കേട്ടപ്പോൾ തന്നെ ഞാൻ വണ്ടി ശരിക്കും പഠിക്കുന്നത്. അല്ലാതെ എങ്ങനെയാണെന്നറിയോ, ആദ്യം വരുന്നവർ ചോദിക്കും എന്നോട്, ഞങ്ങളിങ്ങനെ തുഴഞ്ഞു. തുഴഞ്ഞിട്ട് ഒരു കാര്യമില്ല, തുഴഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാന്നുള്ളതേ ഉള്ളൂ. തുഴയരുത്. ഇരുന്ന കാല് ബാലൻസ് നമ്മുടെ ഹിപ്പ് ജോയിൻസ് അവിടുന്ന് കുറച്ച് ഒരു 1/2 ഇഞ്ചെങ്കിലും നിലത്തുനിന്ന് 2 കാലും. നമ്മൾ ചെയറിൽ ഇരുന്നുകൊണ്ട് പണ്ടൊക്കെ ചെയ്യാറില്ലേ, ബാലൻസ് ചെയ്യാറില്ലേ, ഇങ്ങനെ ഒറ്റക്കാല് ബാക്ക് കാല് കുത്തി അങ്ങനെ. അപ്പം നമ്മുടെ ആ ഒരു ബാലൻസ് അവിടെ കൊടുക്കാറില്ലേ, അത് തന്നെ സെയിം. ഒരു 1/2 ഇഞ്ചെങ്കിലും നിലത്തുനിന്ന് നമ്മുടെ 2 കാലുകൾ പൊങ്ങുമ്പോൾ നമ്മുടെ സീറ്റിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടയർ ഫ്രീ ആയി. ഓക്കെ, അപ്പൊ അതിങ്ങനെ ഉരുളാൻ തുടങ്ങുമ്പോൾ ഷോൾഡർ ഫ്രീ ആക്കിയാൽ സ്കൂട്ടറിന്റെ കാര്യം. കാറിലാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ഫുൾ ബാക്ക് ചെയറിലേക്കാണ് പോകുന്നത്. അവിടേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഷോൾഡർ ഫ്രീ ആയി. അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗ് ഫ്രീ ആവും. ഓക്കെ, അപ്പൊ സ്കൂട്ടറിലാണെങ്കിൽ ഇരിക്കുന്നത് താഴെ സീറ്റിലേക്കും, കാറിലാണെങ്കിൽ ബാക്ക് ചെയറിലേക്കും നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് കൊടുക്കുക. നല്ല ഫ്രീ ആയിട്ട് പൊക്കോളും വണ്ടി. ഓ, അടിപൊളി അടിപൊളി. എനിക്ക് തോന്നുന്നു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മനസ്സറിഞ്ഞല്ലേ, മനോഭാവം. പിന്നെ നമ്മൾ വരുന്ന ഒരാളുടെ ആവശ്യം എനിക്ക് ഇന്ന് പഠിച്ചേ വരുള്ളൂ. ഹസ്ബൻഡ് കുറെ നാളായി വർക്ക് പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെയെല്ലാം കേട്ട് മടുത്തിട്ട് വരുന്നു. അവർ പഠിപ്പിക്കാൻ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുക്ക വരുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വാശി. ഞാൻ പറഞ്ഞു ഇത് എപ്പോഴും കാണണം. പിന്നെ വാശി ചില കാര്യങ്ങളിൽ നല്ലതാണ്.
കാരണം നമ്മൾക്കൊരു നല്ല കാര്യത്തിനാണെങ്കിൽ വാശി നല്ലതാണ്. ആ ഒരു വാശിയിൽ നിങ്ങൾക്ക് പഠിക്കാനൊന്നൊരു തോന്നലാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതെ, എങ്കിൽ അവരുടെ മുമ്പിൽ ഓടിച്ചു കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നോ, ഫ്രീ ആയിട്ട് പോകും. ഒറ്റ ദിവസം കൊണ്ട് സ്റ്റിയറിംഗിൽ പിടിച്ച് ഇന്ന് ഇപ്പം നമുക്ക് ഗിയർ പോലും ഇട്ടാൽ ഒന്ന് ഫ്രീ ആയിട്ട് ഓടിക്കാനുള്ള കാര്യമുള്ള ഒരു ദിവസം കൊണ്ട് പോലും നമുക്ക് ആ ഗിയർ ഇട്ട് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാം. ഒറ്റ ദിവസം മതി. അടിപൊളി. ശരിക്കും ഒറ്റ ദിവസം മതി. ഞാൻ ഗിയർ ഇട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഓടി വന്ന് ഇന്നതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പാർട്ടും ഇപ്പം ആക്സിലേറ്റർ ABC അല്ലേ, അങ്ങനെയല്ലേ? അപ്പം ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ക്ലച്ച് ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്? ഇപ്പം Aയും Bയും ഏതാണ്? നമ്മൾ വലത് കാല് കൊണ്ടാണത്. അപ്പം അതല്ലാതെ അത് എങ്ങനെ ടേൺ ചെയ്യണം, അങ്ങനെയല്ല. ഒരു തിയറി ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഒരു ദിവസം 1 മണിക്കൂർ ഒരു കുട്ടിക്ക് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും റോഡിൽ കൂടെ വാഹനം ഓടിക്കും. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും വാഹനം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഉയരയിൽ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ഇനിയും ചില കാര്യങ്ങൾ കേട്ടറിയണം. പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈവിംഗ് പഠിക്കണം തോന്നുന്നവര് എത്രയും പെട്ടെന്ന് പോയി പഠിക്കാനേ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പാടും ഇല്ല, തോന്നലാണ്. പഠിക്കാൻ മനോഭാവം അത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്ത്രീകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നോക്കിയാൽ 2 പേര് കഴിഞ്ഞാൽ 3ാമതൊരു സ്ത്രീ ആയിരിക്കും വാഹനം റോഡിലൊക്കെ. സ്ത്രീകൾ ഇപ്പൊ പുരുഷന് തുല്യമായി കഴിഞ്ഞല്ലേ. അപ്പൊ അവരൊക്കെ ഇറങ്ങാൻ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ എന്തുകൊണ്ട് ഇറങ്ങിയില്ല? ഇത് തന്നെ ഈ മനോഭാവം അല്ലേ. അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നല്ലായിരുന്നോ? അങ്ങനെ അതുകൊണ്ടല്ലേ അന്ന് മടിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും പേര് വരാൻ തുടങ്ങി. ഇനിയും മടിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇനിയും മടിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോഴും ഭയമുള്ളവരുണ്ട്. വരുമ്പോഴേ നമ്മളോട് പറയൂ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അറിയണ്ട, ഒരു കുഴപ്പമില്ല, അറിയാത്ത ഒരാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമ്മൾ പറഞ്ഞ രീതിയിലല്ല. അവർക്കൊന്നും അറിയത്തില്ലല്ലോ. ശരിക്കും ബോയ്സിനെ എനിക്ക് പഠിപ്പിക്കാനും ചിലപ്പോൾ പാടും. അവർക്ക് കുറേയൊക്കെ അറിയാം. അവര് നല്ല സ്പീഡിലായിരിക്കും പെട്ടെന്ന് വരിക, എടുത്ത് പോകണം എന്നുള്ള വിചാരമായിരിക്കും. ഇവരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അറിയത്തില്ലാത്തവർക്ക് നമ്മളെന്ത് പറയുന്നോ അതായിരിക്കുമല്ലോ അവർക്ക്. അപ്പൊ അവരത് കേട്ടല്ലേ ചെയ്യുന്നത്. അത് ഈസിയാണ്. അവരെ പഠിപ്പിക്കാൻ ശരിക്കും ഈസിയാ. നമുക്കത് തോന്നും പാടാന്ന്. ഒരു പാടുമില്ല. അങ്ങനെ പാടില്ല അല്ല. ഡ്രൈവിംഗ് ഈസിയാണ് എന്നുള്ളത് ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വിനീത മാം. അപ്പൊ എന്തായാലും ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ഡ്രൈവിംഗ് പഠിക്കാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? പഠിക്കുമ്പോൾ നമ്മൾ ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് ഉള്ളിൽ സൂക്ഷിക്കേണ്ട ചില ആപ്റ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി കൂടെയുള്ളത് വിനീത VK, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ. മാം, ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലേണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ചില മാറ്റങ്ങളൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? അതൊന്ന് വ്യക്തമാക്കാമോ? ഇപ്പം ലേണേഴ്സ് എടുക്കുന്നതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 20 മിനിറ്റ് 20 ക്വസ്റ്റ്യൻസും പിന്നെ 12 എണ്ണം ശരിയാകുന്നു. ഓക്കെ, എല്ലാവർക്കും എളുപ്പം. അത്യാവശ്യം സാധാരണക്കാർക്കെല്ലാം ലേണേഴ്സ് പാസ്സാകാൻ എളുപ്പമായിരുന്നു. ഇപ്പം ഈ കുറച്ചായിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ലേണേഴ്സിന് മാറ്റം വരുത്തിയിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നേരത്തെ 20-ൽ 12 മാർക്ക് മതി പാസ്സാകാൻ. ഇപ്പം 30-ൽ 18 ക്വസ്റ്റ്യൻസ്. 18 ആൻസർ ചെയ്യാൻ മാത്രം പറ്റും. അത് തന്നെയായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു കുട്ടികൾക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല. 18 എണ്ണം ശരി, 1/2 മണിക്കൂറുണ്ട്, 30 മിനിറ്റും ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പം കുട്ടികൾക്ക് പ്രയാസമായിട്ട് വന്നിരിക്കുന്നത് ക്യാപ്ച എന്നൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാപ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴത്തേക്കിന് ക്യാപ്ച അടിച്ച് വിട്ടാലേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. അപ്പൊ അത്രയും ടൈമും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാപ്ച എല്ലാവർക്കും വഴങ്ങണമെന്നില്ല. അത് ഇംഗ്ലീഷിലുള്ള കൂട്ടക്ഷരത്തിലാണ് എഴുതുന്നത്. അത് ഈ സാധാരണക്കാർക്കായ ഒരു ലേണേഴ്സിന് എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം കൂടുതൽ വന്നിട്ട് അതിനടുത്ത് ഇപ്പൊ കുറച്ച് സ്ട്രൈക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം 10 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴത്തേക്കിന് ഒരു ക്യാപ്ച. അങ്ങനെ ഇപ്പം നിലവില് അതിന്റെ എണ്ണം കുറച്ച് വന്നിട്ടുണ്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഈ ക്യാപ്ച സംവിധാനം ഇല്ലായിരുന്നു. ഇതിലൊന്ന് സാങ്കേതിക തടസ്സങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും ആണോ ഇതെന്തെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് നോക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ക്യാപ്ച സംവിധാനം വന്നിരിക്കുന്നത് ആളുകൾ തന്നെയാണോ എഴുതുന്നത്, കമ്പ്യൂട്ടറിൽ എങ്ങനെ വെച്ചിരിക്കുന്നത്, അതാണ് ഇപ്പം നേരെ വേറെ ആരെങ്കിലും എഴുതാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം.
ഇപ്പം ക്യാപ്ച വന്നിരിക്കുന്നതാണ് ഇപ്പം മെയിനായിട്ടും. പിന്നെ ക്വസ്റ്റ്യൻസ് പഴയ മോഡൽ ക്വസ്റ്റ്യൻസും അല്ല, കുറച്ചും കൂടി ആളുകൾ തിയറി പഠിക്കാനുണ്ട്. വാഹനങ്ങൾ റോഡ് അപകടങ്ങളൊക്കെ കൂടുന്നതിൻ്റെ അത് കണ്ടുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ ഒരു ഇത് മോട്ടോർ വാഹന വകുപ്പ് ചെയ്തിരിക്കുന്നത്. റോഡിൽ ആക്സിഡൻസ് ഒക്കെ കൂടില്ല. അപ്പോൾ തിയറി ക്ലാസ്സിൻ്റെ കുറവുകൾ കുറച്ചുണ്ട് എന്ന് തോന്നിയാണ് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ ആളുകൾ അത്രയും കൂടെ റെഫർ ചെയ്തിട്ടാണല്ലോ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയും ലേണേഴ്സ് പാസ്സാകാന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പോൾ റോഡ് സേഫ്റ്റിയെക്കുറിച്ച് ഇവർ അധികം പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കൂട്ടിയിരിക്കുന്നതും ടഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതും. പിന്നെ ഈ ക്യാപ്ച ഒഴിവാക്കുവാണെങ്കിൽ കുറേയും കൂടെ ആളുകൾക്ക് എളുപ്പമായിരിക്കും. ടഫ് ക്വസ്റ്റ്യൻസ് ഇട്ടോട്ടെ, കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും ഈ ക്യാപ്ചയിൽ ഒരു എതിർപ്പ് വന്നിട്ടുണ്ട് ഇപ്പം. അതൊരു പ്രശ്നം. കാരണം ഏജ് ആയുള്ള ഇപ്പം ആർക്ക് വേണമെങ്കിലും ലേണേഴ്സ് എടുക്കാമല്ലോ. ഇപ്പം 18 വയസ്സ് മുതൽ ആർക്കിപ്പം 70 വയസ്സുള്ളവരൊക്കെ എടുക്കുന്നുണ്ട്, ലേണേഴ്സ് എടുക്കാം. ആള് ഓക്കെ ആണെങ്കിലും മെഡിക്കലി ഓക്കെ ആണെങ്കിലും ഒക്കെ ലൈസൻസ് എടുക്കാം പറ്റും. വിഷ്വൽ ടെസ്റ്റും മെഡിക്കലും ഒക്കെ ഓക്കെ ആണെങ്കിൽ അവർക്കും ലൈസൻസ് എടുക്കാം, ലേണേഴ്സ് എടുക്കാം. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ക്യാപ്ചയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി വരും, കുറച്ച് ഏജ് ആയവർ. അങ്ങനെ വരുന്നത് കൂടുതലും ഈ ലൈസൻസ് നഷ്ടപ്പെട്ടവർ, പിന്നെ പഴയ ലൈസൻസുകളൊന്നും കമ്പ്യൂട്ടറുകളിൽ ഇല്ല. അത് കമ്പ്യൂട്ടർ ഇപ്പോഴത്തെ ലൈസൻസൊക്കെ ഓൾറെഡി കമ്പ്യൂട്ടറിൽ നേരെ ഉണ്ട്. പണ്ടത്തെ ബുക്ക് ലൈസൻസുകളൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ പഴയ ആളുകൾക്കൊന്നും അറിവില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് പിന്നീട് ഒരു ലൈസൻസ് എടുക്കേണ്ടതായി വരും. ഈവൻ ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ, അവർക്കാണ് ഏറ്റവും. എനിക്കിപ്പോൾ ഈയിടെ ഒരെണ്ണം വന്ന അവർക്ക് ഓട്ടോ ഓടിച്ചുകൊണ്ട് അവരുടെ ജീവിതമാർഗ്ഗമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈസൻസിൻ്റെ കാലാവധി തീർന്ന് അദ്ദേഹം അറിഞ്ഞില്ല. അപ്പോൾ അത് പുതുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. ഇപ്പം ബുക്ക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ പഴയ ലൈസൻസ്, ഇപ്പം കാർഡ് ലൈസൻസ് ആണ്. അത് കമ്പ്യൂട്ടറിൽ വരുന്നതാണ്. പണ്ട് കാലത്ത് എഴുതി തരുന്ന ലൈസൻസ് ബുക്കിലുള്ളത്, അതൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ ബുക്ക് ലൈസൻസ് ഒക്കെ ഓൾറെഡി കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ട്. എല്ലാ ആർട്ടിയിലും എല്ലാം തന്നെ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കയറാത്ത നമ്മൾ കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്ന് ഇവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ച് അടിച്ചു നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ ചിലരുടെ കയറിയിട്ടില്ല. അത് മാറ്റാനുള്ള സമയവും കൊടുത്തിട്ടുണ്ടായിരുന്നു, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അതൊന്നും നോക്കാത്തില്ല, ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടല്ലോ. ഈ പത്രങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴേ, നമ്മൾ ഈ ഡ്രൈവിംഗിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി പറയുന്നുണ്ടായിരുന്നു 8 എടുക്കുന്നതിനകത്ത് H എടുക്കുന്നതിനകത്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്. അപ്പം അതെന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ നിലവിലുള്ളതല്ലാതെ അത് വരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ആ പുതിയ മാറ്റങ്ങൾ? എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ വരുന്നെന്ന് പറഞ്ഞാലും ശരിക്കും നിലവിൽ എല്ലാം തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഇവിടെയൊന്നും തുടങ്ങിയിട്ടില്ല. കാരണം അത് ബോക്സ് പാർക്കിങ്, പിന്നെ Hന്റെ ട്രാക്ക്. ഇപ്പൊ H നിലവിൽ മിക്ക സ്ഥലങ്ങളിലും ട്രാക്ക് സിസ്റ്റം ഉണ്ട്. അവിടെ സെൻസറാണ്, കമ്പ്യൂട്ടർ കറക്റ്റ് എല്ലാം വണ്ടിയിൽ കറക്റ്റ് വരുന്ന കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. നേരെ ലൈസൻസ് നേരെ വരുമോ വീട്ടിലേക്ക്. അത് ട്രാക്ക് സിസ്റ്റമാണ്. അവിടെ ഒരാളുടെ ആവശ്യമില്ല, അവിടെ നിൽക്കേണ്ട. അവർ ഡ്രൈവിംഗ് ചെയ്യുന്ന ആളും അവർ അവിടെ നിന്നാൽ മതി. ട്രാക്ക് സിസ്റ്റം വരുന്നുണ്ട്. പക്ഷെ ട്രാക്ക് സിസ്റ്റത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കമ്പിക്കകത്ത് ഏച്ചെടുക്കുന്ന സിസ്റ്റം കുറേ സ്ഥലങ്ങളിലുണ്ട്. അത് നിർത്തലാക്കാനാണ് ഈ പറയുന്നത്. ട്രാക്ക് ആകുമ്പോഴത്തേക്കിന് ശരിക്കും റോളിങ്ങിൽ എടുത്ത് വരിക, ബോക്സ് പാർക്കിങ്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് എത്തിക്കുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നിലവിൽ ഗവൺമെൻറ്റിന് ട്രാൻസ്പോർട്ട് വകുപ്പിന് ആയിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പം നിലവിൽ എങ്ങും തന്നെ എത്തിയിട്ടില്ല. അതിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡിലേ ആകുന്നത്. അതിനുള്ള സംവിധാനങ്ങളില്ല, ഗ്രൗണ്ട് ഇല്ല. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് നമ്മുടെ ഗ്രൗണ്ട് റെഡിയാകണം. ഗ്രൗണ്ട് റെഡിയാകാത്തതുകൊണ്ട് അത് ഇതുവരെ ആയിട്ടില്ല. ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ ഇപ്പം മാറ്റം വന്നിരിക്കുന്നത് MAT വാഹനം, ഗിയർ വാഹനങ്ങൾക്ക് വിത്ത് സ്കൂട്ടറുകൾക്ക് മാറ്റം വന്ന് ബൈക്കിലാണ് ഇട്ടെടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ അത് കയ്യിൽ ഗിയറുള്ള വണ്ടിയായിരുന്നു, അത് പറ്റില്ല. ഇപ്പം ഗിയറുള്ള വാഹനം, കാലിലാണല്ലോ ഗിയർ വരുന്നത്. അങ്ങനെയുള്ള വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ബൈക്ക് സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ MIT എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു വിത്ത് ഗിയറുകൾക്ക്. അത് പൂർണ്ണമായിട്ടും ഈ പുതിയ മാറ്റത്തിൽ അത് വന്നു. അതാണ് ഇപ്പം വന്നിരിക്കുന്നത്. സ്കൂട്ടർ എല്ലാം, ബൈക്കുകൾ വിത്ത് ഗിയർ വേണ്ടവർക്കെല്ലാം ബൈക്ക്, സ്പ്ലെൻഡർ അങ്ങനെയുള്ള വണ്ടികൾ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളതായി അത് നിലവിൽ വന്നു കഴിഞ്ഞു. അത് നല്ല കാര്യമാണ്. കാരണം ഇപ്പം എന്തായാലും കയ്യിൽ ഗിയറുള്ള വണ്ടിയില്ല, ബൈക്ക് സംവിധാനമായിട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ കാറുകൾ ഇപ്പം പറഞ്ഞോട്ട് ട്രാക്ക് സിസ്റ്റത്തിലേക്ക് കുറേ സ്ഥലങ്ങളിലായിട്ടുണ്ട്. എങ്കിലും ഈ ബോക്സ് പാർക്കിംഗ് ഒന്നും എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഇതിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും
ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ഒരുപാട് അറിയാനായിട്ടുണ്ട്. അറിഞ്ഞവർ പറയുന്നു ഡ്രൈവിംഗ് ഈസിയാണ് എന്നുള്ളത്. യെസ്, അപ്പോൾ എന്തായാലും അങ്ങനെ ഈസി ആക്കി മാറ്റാനായിട്ട് നമ്മൾ കുറച്ച് തിയറി, അതിന് മുന്നേ ഉള്ള ഒരു പ്രീ തിയറി സെഷനാണ് ഇന്നത്തെ ഉയര എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ചിറകായി ഉയരെ നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് വിനീത VK, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ്. മാം, നമ്മളിന്ന് ഈ ഉയരയിൽ നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ച്, അതിൻ്റെ പഠന കളരിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കളരി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പലരും ഓരോ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നു, അല്ലെങ്കിൽ പല ആശാന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ചിലപ്പോൾ നമുക്ക് വേണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ ആശാൻ അങ്ങനെ പറഞ്ഞു തന്നത്, അങ്ങനെ കുറേ അനുഭവങ്ങൾ പലരുടെയും കേട്ടിട്ടുണ്ട്. പലര് ഓക്കെ അത് നന്നായിരുന്നു, ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബേസിക്കായിട്ട് ഇപ്പം ശരിക്കും സ്കൂളുകളാണോ നിങ്ങൾ പോയി ചേരുന്നത്? ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾ, ഡ്രൈവിംഗ് സ്കൂളുകൾ നിലവിലുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളാണോ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ എന്തായാലും ഒരു ഇൻസ്ട്രക്ടർക്ക് വേണ്ടത് 5 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും പഠിപ്പിക്കുന്നത്. പണ്ടൊക്കെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ പാസ്സായിട്ട് വർക്ക്ഷോപ്പുകൾ നടത്തിയവർ, അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അതിപ്പം ഓട്ടോമൊബൈൽ വേണമെന്നൊന്നും ഇല്ല, അല്ലാണ്ട് തന്നെ അവർക്ക് ആ ഒരു നല്ലൊരു പ്രവൃത്തി പരിചയമുള്ളവരുണ്ടായിരിക്കും. അവരുടെ കൂടെയൊക്കെ മിക്കവരും ചിലർ ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്തിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ഇട്ടവരുണ്ട്, ട്രാൻസ്പോർട്ട് ബസ്സിൽ ജോലി ഉണ്ടായിരുന്നവരായിരിക്കാം. അങ്ങനെ കൂടുതൽ സീനിയർ ആശാന്മാരാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് അല്ലേ. അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ചെന്ന് പെട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ പഠിപ്പിക്കാൻ നല്ലതായിട്ട് അറിയാവുന്നവരൊക്കെ തന്നെയാണ്. പിന്നെ ഏജ് ആകുന്നതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ദേഷ്യം, അപ്പം നമുക്ക് ചെല്ലുന്നവർക്ക് എങ്ങനെയാണോ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതുപോലെ ഇരിക്കും കുറേയൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത്. ചിലർ നല്ല കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കും. നമ്മളും അത് നോക്കിയൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആണോ എങ്കിൽ അത് ജോയിൻ ചെയ്യുക, അതേ ഉള്ളൂ. എല്ലാവരും പഠിപ്പിക്കുന്നവരൊക്കെ തന്നെയാണ് എല്ലാവരും നന്നായിട്ട്. ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കിന് കുറച്ച് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നതൊക്കെ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അത് പറ്റുന്നുണ്ടോ എന്നുള്ളത് അവരുടെ ആ ഒരു ഏജിൻ്റെ ആണോ എനിക്കറിയില്ല. ചില ആശാന്മാർ നല്ല വഴക്ക് പറയുന്നൊക്കെ പറയും. പക്ഷെ എല്ലാവരും വഴക്ക് പറയും, എല്ലാം നല്ലതിനാണെന്ന് തോന്നുന്നു. നമ്മൾ ചിന്തിക്കുക, അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശാസനമൊക്കെ നല്ലതിനാണ്. കാരണം ഇതിന് ക്ഷമയാണ് ഏറ്റവും വലുത്. ക്ഷമയാണ് ഈ ഡ്രൈവിങ്ങിന് ശരിക്കും ഏറ്റവും വലുത്. പിന്നെ ഡ്രൈവിങ് അറിയത്തില്ലാത്തൊരു കുട്ടിയാണല്ലോ ചെല്ലുന്നേ. അപ്പം മറ്റുള്ളവർ ശരിക്കും പഠിപ്പിക്കുന്നവർ കുറച്ച് നല്ല ക്ഷമയോടുകൂടി ഇരുന്നാൽ ഈ ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റണം നമുക്ക്. അതിപ്പോൾ ചെന്ന് കഴിയുമ്പോഴല്ലേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലായിടത്തും എങ്ങനെയാണെന്നുള്ളതേ. നമ്മൾ നന്നായിട്ട് ഒരാളെ മനസ്സിലാക്കിയാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. വരുന്നൊരു കുട്ടി നല്ലതായിട്ട് ഒരു പാനിക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മളവരെ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം അത് മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനങ്ങനെയാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സക്സസ് ആയി പോകുന്നു, ദൈവം അനുഗ്രഹിച്ച്. 10 വർഷത്തെ സത്യമായിട്ട് പിന്നീട് മറ്റുള്ള കുട്ടികളെ വിടുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പേടിച്ച് വരുമ്പോഴേ ആ കുട്ടീനെ നമ്മൾ എങ്ങനെയാണോ നോക്കാൻ പറ്റുന്ന ആ രീതിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ നമുക്ക് മനസ്സിലാവും അവരെ എങ്ങനെ പഠിപ്പിച്ചാലാണെന്നുള്ളത്. ആ രീതിയിൽ പോകുമ്പോൾ അതെല്ലാം കറക്റ്റ് ആകാറുണ്ട്. അടിപൊളി. അങ്ങനെ എന്താ നമ്മളിങ്ങനെ കറക്റ്റ് പാതയിലൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വാഹനം ഓടിക്കാനായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ടില്ല, ഇനിയും ചില കാര്യങ്ങൾ കൂടി കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് വിനീത VK, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ്. മാം, നമ്മളിന്ന് ഈ ഒരു ഡ്രൈവിങ്ങിനെ കുറിച്ച്, അതിൻ്റെ പഠനത്തെക്കുറിച്ച് ആണ് നമ്മൾ എസ്പെഷ്യലി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം 10 വർഷമായി പഠിപ്പിക്കുന്നു, നിരവധി അനവധി, അതും പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും? ഭയമുണ്ട്, ഒരു ആൻസൈറ്റി ഉണ്ട്. അതല്ലാതെ ചിലവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് വാഹനം ഓടിക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക്? കൂടുതലും ഞാൻ കാർ ഓടിക്കുന്ന കുട്ടികൾ കണ്ടുവരുന്ന മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ഓടിക്കുന്നവർക്ക് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് കണ്ടിരിക്കുന്നത്, നേരെ ഫ്രണ്ടിലേക്ക് ഒരു വണ്ടി എതിർവശത്തു നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവർക്കെതിരെ വരുമ്പോഴത്തേക്കിന് ഇവർ പെട്ടെന്ന് പാനിക്കായിട്ട് നമ്മൾ അവരോട് പറയും, നിങ്ങൾ നിർത്താനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റിൽ എവിടെയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവർ ആ കുട്ടി ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും പെട്ടെന്നായിരിക്കും ഒരു സഡനായിട്ടായിരിക്കും ഒരാൾ ഓവർടേക്ക് ചെയ്ത് വരുന്നത്. അപ്പോഴവർ ചെയ്യുന്നത് നേരെ പോയി ബ്രേക്ക് ഒറ്റ ചവിട്ടായിരിക്കും, സഡൻ ബ്രേക്ക്. മിസ്റ്റേക്ക് എപ്പോഴും കാണിക്കുന്ന സംഭവമാണത്. സഡനായിട്ട് അങ്ങ് ബ്രേക്ക് ഇടും, വണ്ടി എഞ്ചിൻ ഇടിച്ച് റോഡിന് നടുക്കങ്ങ് നിൽക്കും. അതാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് അങ്ങ് പാനിക്കാകും ഇവരെ കാണുമ്പോൾ. അപ്പോൾ അത് ശരിയാണ്, ബ്രേക്ക് ചവിട്ടണം, എങ്കിൽ പോലും ആ ബ്രേക്ക് ആക്ഷൻ അവിടെ ഫുള്ളോടെ ആക്കരുത്. അതവർക്കറിയില്ല. അവർ ആ ബ്രേക്കിലേക്ക് ഫുള്ളങ്ങ് ചവിട്ടിയാൽ വണ്ടി അവിടെ പിടിച്ച് നിന്നുള്ള ഇതിലങ്ങ് നിൽക്കും. പക്ഷെ ബൈക്കിൽ നിന്ന് വന്ന് നല്ല അപകടം ഉണ്ടാവും. ബൈക്കിൽ നിന്ന് വന്ന് വണ്ടി വന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ബൈക്കിലുള്ളവർ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നു. അപ്പോൾ ബ്രേക്ക് നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. റോഡിൽ എവിടുന്ന് വേണമെങ്കിലും വാഹനങ്ങൾ വരാം. കുട്ടികളോട് പറയും, നമ്മൾ നേരെ പോയി ആ ചേട്ടൻ പെട്ടെന്നാണ് കയറി വന്നത്, ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ പറയാനൊരു ഓപ്ഷൻ നമ്മൾ ശരിയല്ലല്ലോ. ഡ്രൈവിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കരുതൽ, ഫുള്ളായിട്ട് നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും വരാമെന്ന് കുട്ടികളോട് പറയും. ഏറ്റവും കൂടുതൽ കാണുന്നത് സഡൻ ബ്രേക്ക് ഇടുക, അവിടെ ക്ലച്ച് ഇടാതെ നിൽക്കുമ്പോൾ എഞ്ചിൻ ഇടിച്ച് വണ്ടി ഓഫായി പോവുക ചെയ്യുന്നത്. അവിടെ നമ്മൾക്ക് ക്ലച്ച് വേണമെന്നുള്ളൊരു ധാരണ അവിടെ അവർക്ക് മൈൻഡിലേ വരുന്നില്ല. ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ക്ലച്ച് അമർത്തിയാലേ ഉള്ളു എഞ്ചിൻ അടിക്കാതെ അവിടെ വണ്ടിയെ കൺട്രോൾ ചെയ്യുക. ഒരു ബ്രേക്ക് ഫുള്ളാണ് ചവിട്ടുന്നത്. അതാണ് കൂടുതലും സഡനായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത്. പിന്നെ രണ്ടാമത് മെയിനായിട്ടുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, പക്ഷെ അതാരും ചെയ്യാറില്ല. നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ തിയറിയിൽ ആദ്യമേ പറയും, നിങ്ങളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണോ, അവിടുന്ന് വാഹനം എടുക്കണമെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ. അപ്പം ഞാൻ റൈറ്റോട്ട് തിരിയുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നതെന്നാണ് കുട്ടികൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ ഏത് ഗിയറിലാണ് വരുന്നത്, ഫിഫ്ത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. അവർ നല്ല സ്പീഡിലാണ് വരുന്നത്. നമ്മളെടുക്കുമെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് പുറകോട്ടൊന്നും നോക്കിയിട്ടില്ലേ സാധാരണ റോഡിലോട്ടൊന്ന് ക്രോസ് ചെയ്യാറ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ചിലർ പല മൈൻഡിലും പല ടെൻഷനുകളായിരുന്നുള്ള മനുഷ്യർക്ക് അനുഭവിക്കുന്നല്ലേ. അവർ വേറൊരു ഫോൺ കോളിലായിരുന്നായിരിക്കാം. അങ്ങനെയുള്ള ചിന്തകളിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരെ ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോലും നമ്മൾ പറയും മിറർ നോക്കിയിട്ട് ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കിയിട്ട് സൈഡിൽ നിന്ന് വണ്ടി എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും കുട്ടികൾ അറിയില്ല. അവരറിയാതെ തന്നെ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, എടുത്തുകൊണ്ട് പോകാനാണ് നോക്കുന്നത്. അല്ല, മെയിനായിട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്, ആ മിററുകൾ വെറുതെ വെച്ചിരിക്കുന്നതല്ല. നമ്മളവർക്ക് കണ്ണാടി നമ്മുടെ മുഖം നോക്കാനല്ല, ബാക്കിൽ നിന്നുണ്ട്, ലെഫ്റ്റിൽ നിന്നുണ്ട്, റൈറ്റിൽ നിന്നുണ്ട്. ഈ മിററുകളെല്ലാം നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് വേണം എവിടെ നിന്നാണല്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും. തുടക്കം അതാണ് മെയിൻ കേട്ടോ. ഈ പറഞ്ഞ ബ്രേക്ക് ചവിട്ടുന്നതിനേക്കാളൊക്കെ മെയിനായിട്ട് തുടക്കം അതായിരുന്നു. തുടക്കം ഇടുമ്പം ആ ഒരു ശ്രദ്ധ എല്ലാ സ്ഥലത്തും മിക്കവരും ചെയ്യാറില്ല. ഞാൻ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാറൊക്കെ നമുക്കാണെങ്കിൽ മാർക്ക് ഇടുന്നത് പോലും അവരങ്ങനെയാണ്. ആ ഒരു കുട്ടിയെ പാസ്സാക്കാൻ നേരത്ത് ആ കുട്ടി എന്താണ് ചെയ്യുന്നതെന്നുള്ള തുടങ്ങുമ്പോഴത്തേക്കിന് അവർ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് മിറർ നോക്കിയിട്ടുണ്ടോ, മിററുകൾ വാച്ച് ചെയ്തിട്ടുണ്ടോ, എന്നിട്ട് വേണം നമ്മൾ റോഡിലേക്ക് ഇറങ്ങാൻ. പക്ഷെ നേരെ കയറുക, സ്റ്റാർട്ട് ചെയ്യാം. മിക്കവരും മറന്നു പോകും സീറ്റ് ബെൽറ്റ്. പിന്നെ പുതിയ വണ്ടിക്കൊക്കെ സീറ്റ് ബെൽറ്റിലും കിടന്ന് സൗണ്ട് ഉണ്ടോ, അലാം മുഴക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നേരെ കയറുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു ചെയ്യാറുണ്ട് ചിലർ. അത് ന്യൂട്രലാക്കുന്നുണ്ടോയെന്ന് പോലും ന്യൂട്രലായിരിക്കില്ല ചിലപ്പം. ഗിയറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ കുട്ടികൾ നേരെ പഠിച്ചാലും തുടക്കത്തിലുള്ള മിസ്റ്റേക്കുകളാണ് ഞാൻ പറഞ്ഞത്. അറിയാവുന്നവരത് ചെയ്യില്ല. തുടക്കത്തിലുള്ള മിസ്റ്റേക്കുകൾ ഈ പറഞ്ഞ പോലെ നേരെ സ്റ്റാർട്ട് ചെയ്യുക, വണ്ടിയെ കയറിക്കുക, താക്കോൽ ഓണാക്കിയ വണ്ടി പോകാമെന്നുള്ള ധാരണയല്ല. ആ വണ്ടി ഏത് പൊസിഷനിലാണ് കിടക്കുന്ന, ഗിയറിലാണോ ന്യൂട്രലാണോ. ഗിയറിലാണെങ്കിൽ ശരിക്കും ക്ലച്ചിലും ബ്രേക്കിലും കാലമർത്തിയതിന് ശേഷം മാത്രമേ താക്കോൽ ഓണാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതെല്ലാം മറന്നു പോകാറുണ്ട് തുടക്കക്കാരുടെ കാര്യമാണല്ലോ എന്നോട് ചോദിച്ചത്. തുടക്കക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് റോഡിലേക്ക് നോക്കും, മിറർ. പിന്നീട് ഞാൻ പറഞ്ഞ ഈ റോഡിൽ ഇറങ്ങുമ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, പാനിക്കാകാണ്ട് എതിരെ വരുന്ന ആര് എപ്പം മേളിലും വരാം അതിനെ ശ്രദ്ധിച്ചിരിക്കുക,
ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രമേ ചെയ്യാവുള്ളൂ. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന കൂടുതലുണ്ടെങ്കിൽ വണ്ടിക്ക് അനുഭവപ്പെടുന്നൊരു ജെർക്കിംഗ് ഉണ്ട്. ആ ഷിവറിങ് മനസ്സിലാക്കി അതിൽ കൂടുതൽ ബ്രേക്ക് ആകാണ്ട് ക്ലച്ച് അമർത്തി ഗിയർ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. പക്ഷെ നേരെ കയറി ബ്രേക്ക് ഇടുന്നതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്കുകൾ. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വാഹനം എക്സ്പീരിയൻസ് ആയിട്ട് ഓടിക്കുന്നവർക്കും ഒരു അല്ലേ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടിരിക്കട്ടെ ഇത്രയും. അതെ അതെ, നോട്ട് ചെയ്യേണ്ടത്. കാരണം മിക്കവരും ഈ മിറർ നോക്കാതെ വണ്ടി എടുക്കും. നമ്മൾ സ്ഥിരം കാണുന്ന ഈ പാർക്ക് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും റോഡിൽ നമ്മൾ വണ്ടിയിൽ പോവുക, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അറിയാവോ? നേരെ ഇൻഡിക്കേറ്റർ പോലും ഇല്ലാതെ ഫ്രണ്ടിൽ പോണ വാഹനങ്ങൾ നേരെ റോഡിൽ തന്നെ അങ്ങോട്ട് ബ്രേക്ക് ഇട്ടങ്ങ് നിൽക്കും. പക്ഷെ നമുക്കറിയാം, എക്സ്പീരിയൻസ് ആയിട്ടില്ല, പുറകെ വരുന്ന ലേണിങ്ങുകാർക്ക് അത്ര മനസ്സിലാകത്തില്ല അവർ നിർത്താൻ പോവുകയാണെന്ന്. പക്ഷെ നമുക്ക് മനസ്സിലാവും, അയാളുടെ പതുങ്ങൽ കാണുമ്പോഴേ അയാളോടെ ചവിട്ടും, അതിനനുസരിച്ച് മാറ്റി പോകണമെന്ന് അറിയാവുന്നവർക്കറിയാം. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. അങ്ങനെയാണ് അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത്. നേരെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഒരു കാറ് റോഡിൽ എന്തെങ്കിലും ഒരാളോട് സംസാരിക്കണേ പോലും ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഒതുക്കാതെ റോഡിലേക്ക് തന്നെ അങ്ങ് നിർത്തുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. റോഡിൽ തന്നെ നിർത്തും, പാർക്കിംഗ് ഏരിയയിലോട്ട് പോകത്തില്ല, നേരെ കൊണ്ട് ഇൻഡിക്കേറ്റർ പോലും എടുത്തില്ല, നേരെ ബ്രേക്ക് ഔട്ട്. പക്ഷെ അതൊക്കെ ഈ അറിയില്ലാത്ത ആളുകൾ പുറകെ വരുന്നെങ്കിൽ അപകടങ്ങളുണ്ടാവും. ഒത്തിരി കണ്ടുവരുന്നുണ്ട് അത്. നമ്മൾ തന്നെ കുട്ടികളായിട്ട് പോകുമ്പോൾ സ്ഥിരം കാണുന്ന. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇനി കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി കേട്ടറിയാം ഡ്രൈവിംഗ് പഠനവുമായിട്ട് ബന്ധപ്പെട്ടത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് വിനീത VK, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ്. മാം, നമ്മളിന്ന് ഡ്രൈവിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചില ഇൻസ്റ്റഗ്രാമിലൊക്കെ ചില പരസ്യങ്ങൾ കാണാറുണ്ട്. ഇംഗ്ലീഷ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു ആവറേജ് ലേണറാണോ എങ്കിൽ ഞങ്ങൾ സെറ്റാക്കും, ഇത്ര മാസത്തിനുള്ളിൽ നമ്മൾ സെറ്റാക്കും എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഡ്രൈവിങ്ങിലേക്ക് വരുമ്പോൾ ലൈസൻസിന് വേണ്ടി പഠിക്കാൻ വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ആദ്യം മുതലേ ഫ്രം ദ ബിഗിനിങ് പിച്ച് വെച്ച് തുടങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും മാമിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇവരോട് സമീപിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, പലരോടും പല രീതിയിലാണല്ലോ സമീപിക്കുന്നത്. ഇപ്പൊ മാം തന്നെ മുമ്പേ പറഞ്ഞു, ഓരോരുത്തരെയും അറിഞ്ഞ് വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ടുള്ളത്. അപ്പം ഒരു കോമൺ കാറ്റഗറൈസേഷൻ നോക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? ഇത് ശരിക്കും ഈ പറഞ്ഞോട്ട് നമുക്ക് ഏത് കാര്യത്തിലും പ്രാക്ടീസിലൂടെ ആണല്ലോ കൂടുതലും നമ്മൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുന്നത്. പ്രാക്ടീസ് കുറയുന്നതനുസരിച്ച് നമുക്ക് കോൺഫിഡൻസും കുറയാറുണ്ട്. അപ്പം ഈ ലേണിംഗ് ഉള്ളവരെ നമ്മൾ തുടക്കം മുതൽ ABC തൊട്ട് പഠിപ്പിക്കും. വരുന്ന കുറച്ച് ഇപ്പം അറിയാവുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അവർക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ABC എന്താണെന്ന് അവർക്കറിയാം. അത് നമുക്ക് അവർക്ക് പിന്നെ എന്തൊക്കെയാണ് കുറവുകൾ എന്നുള്ളത് നോക്കുക. അവർ റോഡിൽ നമ്മൾ അവർ കൂടെ ഇരുന്നിട്ട് അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൂടുതലും റോഡ് സേഫ്റ്റിയെക്കുറിച്ച് അവർക്ക് കൂടുതലും ആ റോഡിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുന്നത് ട്രാഫിക് റൂൾസ് ഉണ്ട്, സൈൻ ബോർഡ്സ് ഉണ്ട്, അതൊന്നും നോക്കില്ല. എവിടെ എന്തൊക്കെ ചെയ്യണം, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അതൊക്കെ ചിലപ്പോൾ അറിയില്ലായിരിക്കും, എന്താണ് എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ട്രാഫിക് സിഗ്നലുകൾ നോക്കി എപ്പോഴും നമുക്കിപ്പോൾ എല്ലാം പരിചയമുള്ള റോഡുകളായിരിക്കില്ല, പക്ഷേ ഇപ്പോൾ ഇഷ്ടംപോലെ ട്രാഫിക് സിഗ്നലുകളുണ്ട്. സൈൻ ബോർഡ്സ് നമുക്ക് റോഡ് നോക്കിയാൽ അറിയാം, തുര എല്ലാ ടേണിങ്ങിൻ്റെ സിഗ്നല്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സിഗ്നല്. പക്ഷേ മിക്കവരും ഇതൊന്നും നോക്കാതെ ആയിരിക്കും, വണ്ടി ഓടിക്കാൻ അറിയാമായിരിക്കാം, പക്ഷേ അതും കൂടെ നോക്കി അവർക്ക് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കൂടുതലും ഞാനത് അങ്ങനെയാണ് അവരോട് പറയാറ്, നിങ്ങൾ അത് നോക്കി ഓടിച്ച ഒരു അപകടം ഉണ്ടാകത്തില്ല. മുമ്പിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത വളവ് വരുമ്പോൾ ആ സൈൻ ബോർഡ് അവിടെ കാണും. അങ്ങനെ ട്രാഫിക് സ്പീഡ് ബ്രേക്കർ കാണും. ആ സ്പീഡ് ബ്രേക്കർ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത മഞ്ഞ ലൈനുകൾ അതൊക്കെ നമ്മൾ നോക്കി ഓടിക്കാനും ബ്രേക്ക് സിസ്റ്റങ്ങൾ അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതും അവരോട് പറയും. ബ്രേക്കിലേക്ക് ചിലർക്ക് സഡൻ ബ്രേക്ക് വണ്ടി ഓടിക്കുന്ന പല രീതിയിലായിരിക്കും, പെട്ടെന്ന് ബ്രേക്ക് ഇടുക, പെട്ടെന്ന് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതലും നമ്മൾ അത് കൊടുത്താൽ മതി. അവരുടെ കൂടെ നമുക്ക് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ റോഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ലേണിങ്ങുകാർക്കാണെങ്കിൽ അങ്ങനെയല്ല, A to Z എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ വരുന്ന കൂട്ടത്തിൽ അവർ കറക്റ്റായിട്ട് അങ്ങ് പോകും. പക്ഷേ ശരിക്കും അറിയാവുന്നവരെയാണ് നമുക്ക് പിന്നെ അവർക്ക് ഭയങ്കര ഓവർ സ്പീഡായിരിക്കും അവർ. ആ സ്പീഡ് പക്ഷേ അത്രയും സ്പീഡിൽ ഓടിക്കുമ്പോൾ അവർക്ക് ബാക്കിയുള്ളതൊന്നും മനസ്സിലാക്കാതെ ഓടിക്കുന്നവരുണ്ട്. ഈ ഓടിക്കാൻ അറിയാവുന്നെന്ന് പറഞ്ഞ് വരുന്നവർക്കും ശരിക്കും
ഓടിക്കാൻ അറിയാതിരിക്കാം, പക്ഷെ ആ ഓടിക്കുമ്പോൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരത് എങ്ങനെ, അപ്പോൾ പിന്നെ അവർക്ക് കറക്റ്റ് കൺട്രോളിൽ അവർ ഓടിക്കും. എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് തന്നെ. ഇപ്പോൾ ആക്സിലേറ്ററിൽ നിന്നാണ് കാല് റിലീസ് ചെയ്യുന്നത്. നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചാണ് ഇന്നത്തെ കുട്ടികളൊക്കെ ചെരുപ്പ് യൂസ് ചെയ്തോളാം നമ്മൾ പറയും. കാരണം ചെരുപ്പിടാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചെരുപ്പിടാണ്ടേ ഓടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെരുപ്പിട്ട് ഓടിച്ചോളാൻ പറയും. അപ്പോൾ ഇവർ കാല് ഇതേന്ന് ഇങ്ങനെ എടുത്ത് പറിക്കുന്ന ഒരു രീതിയുണ്ട്. ഫുഡ് റെസ്റ്റ് ശരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്ന അവരുടെ കാല് നിലത്ത് കാണണം. അപ്പോൾ ആ ക്ലച്ചിൽ നിന്ന് എടുത്ത് ഒരൊറ്റ വലിക്കുമ്പോൾ ഈ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഷിവർ ചെയ്യും, ഇങ്ങനെ ജെർക്ക് ചെയ്യും. അപ്പം നന്നായിട്ട് ഓടിക്കുന്ന ആളുകളും വണ്ടി ഇരിക്കും, നമുക്ക് ഇപ്പുറത്തിരിക്കും ഭയങ്കര ഇറിറ്റേഷൻ തോന്നാറുണ്ട്. എന്നറിയോ, അവർ ഗിയർ മാറുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇപ്പറ ഇരിക്കുന്ന ഡ്രൈവർ ഗിയർ മാറുന്നത് കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അറിയരുത്. അത്രയും നല്ല സ്മൂത്തായിട്ട് വേണം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട്. അറിയാവുന്നതിൽ ഞാൻ കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം, ക്ലച്ച് പെട്ടെന്ന് എടുക്കുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ചാടിയായിരിക്കും വണ്ടിയിലൂടെ പോകുന്നത്. ഒരു ഗിയർ മാറുമ്പോഴും നമ്മളും കുലുങ്ങും. അങ്ങനെ അറിയരുത്. ഗിയർ മാറുന്നത് ഇപ്പറ ഇരിക്കുന്ന നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് പോലും ഫീൽ ചെയ്യാത്ത രീതിയിൽ ക്ലച്ചിൽ നിന്ന് സ്മൂത്തായിട്ട് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് അതിങ്ങനെ ലൂസ് ചെയ്തെടുത്ത് അയക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നന്നായിട്ട് ഓടിക്കുന്നവർ ഈ ചെയ്യാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് അവർ ആ കറക്റ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അത് വണ്ടിക്കും കംപ്ലൈന്റ് ഇല്ല, ആ എൻജിന് സ്മൂത്തായിട്ട് നിന്നുള്ളൂ. വണ്ടിയിലിരിക്കുന്ന ആൾക്കും എല്ലാവർക്കും നല്ല സുഖമായിരിക്കും ക്ലച്ച് ഇടുന്ന രീതികൾ. അതൊക്കെയാണ്. പിന്നെ ലേണിംഗ് കാര്യം എന്ന് പറയുമ്പം ഫസ്റ്റിലെ തന്നെ നമ്മൾ അതെല്ലാം പറഞ്ഞു കൊടുത്താണല്ലോ പോകുന്നത്. അപ്പം അവരതേ ലെവലിൽ അങ്ങ് പോകും. നമുക്ക് കുറച്ച് ക്ലാസ് കൂടുതൽ വേണമെന്നേ ഉള്ളൂ അവർക്ക്. പക്ഷെ അവരത് പറഞ്ഞ് കീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് പിന്നെ അത് അങ്ങനെ അപ്ഡേറ്റ് ആയി അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ഈ ലേണിംഗ് കഴിഞ്ഞ് നന്നായിട്ട് കുറച്ച് പഠിച്ചിട്ട് വരുന്നവരെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയുള്ള അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവർക്ക് ഓടിക്കാൻ അറിയാം. പിന്നെ അവരുടെ ഈ പറഞ്ഞ സിഗ്നൽസും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഒന്ന് കുറച്ച് പറഞ്ഞു കൊടുത്താൽ അവരൊക്കെ ആയി അവർ നന്നായിട്ട് ഇതിനെ ഓടിക്കും. അതൊന്നും കുഴപ്പമില്ല. ക്ലാസ്സുകൾക്ക് അവർക്ക് ആ കുറച്ച് കാര്യങ്ങൾ കിട്ടിയാൽ മതി. ബാക്കിയുള്ളവർക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ലേണിംഗ് തൊട്ട് വേണ്ടി വരുന്നുള്ളൂ. ഒഴിഞ്ഞ പാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അത് കുറച്ചധികം ഒഴിക്കേണ്ടി വരുന്നു. അത് തന്നെ. ഇവർക്ക് കുറച്ച് എന്താണോ വേണ്ടത് അതറിഞ്ഞ് നമുക്കത് ചെയ്തു കൊടുത്താൽ അവരുടെ കൂടത്തിൽ ഒന്ന് നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് സമയം ഇരിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന്. അത്രേ ഉള്ളൂ. അവർ അതിനകത്ത് അത്രയും വ്യത്യാസം അവർ തമ്മിൽ കാണുന്നുള്ളൂ. ഓടിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. ഓക്കെ. അങ്ങനെ നമ്മൾ വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി എന്തായാലും കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം മറ്റു കാര്യങ്ങൾ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്നത്തെ ഉയരയിൽ നമ്മൾ എങ്ങനെ പറക്കണം എന്നുള്ളതായിരുന്നു പഠിച്ചുകൊണ്ടേയിരുന്നത്, കേട്ടുകൊണ്ടേയിരുന്നത്. യെസ്, വാഹനം ഓടിക്കാനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുമിച്ച് കേട്ടിരിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. പറഞ്ഞു തന്നത് വിനീത VK, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ്. മാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തുടക്കം തന്നെ മനോഭാവം മാറ്റി മനസ്സറിഞ്ഞങ്ങോട്ട് പഠിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എന്താണ് പറയാനായിട്ടുള്ളത്? ഇനിയും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ കാണുമായിരിക്കും. ശരിക്കും എല്ലാവരിലും ഞാനുൾപ്പെടെ, ഞാനിങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. ഞാൻ ഒത്തിരി നേരത്തെ ഡ്രൈവ് പഠിച്ച ഒരാളല്ല. ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം പഠിച്ച ഒരാളാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റും എന്ന് തോന്നിയപ്പോഴാണ് എനിക്കിത് മറ്റുള്ളവരെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ശരിക്കും പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയും ഇത് എനിക്ക് പറ്റുമെങ്കിൽ. കാരണം ഞാൻ അത്രയും പേടിയുള്ള ഒരാളായിട്ടാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. എങ്ങനെ നീ ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് എന്നോട് ചോദിച്ച ഒത്തിരി ആളുകളുണ്ട്. കാരണം ഞാനൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ഒരാളാണ് ഈ പഠിപ്പിക്കുന്നത് ഞാൻ. അപ്പം തുടക്കം ഇടുന്ന തന്നെ ഞാനൊരു സ്കൂട്ടർ പഠിപ്പിക്കാനാണ് ആദ്യം. സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഞാൻ സ്കൂട്ടർ പഠിപ്പിക്കുന്നു. അപ്പം മോനൊക്കെ വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് ഒരുമാതിരി അവർക്ക്. അപ്പോൾ എനിക്കൊരു അത്രയും നാളുകൾക്ക് ശേഷം, അപ്പോൾ എൻ്റെ ഏജ് നമ്മളവർക്ക് എനിക്ക് പ്രായമായി ഇനി പറ്റില്ല അങ്ങനെ തോന്നുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പം നമ്മുടെ ഇടയ്ക്ക് ഇപ്പോഴും വരാറുണ്ട്, എനിക്കൊണ്ട് പറ്റുമോ? ഞാൻ പറയും എന്തുകൊണ്ട് പറ്റില്ല എന്ന് അവരോട് ചോദിക്കുന്നത്. കാരണം അവരെ കൊണ്ട് പറ്റും. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകാറുണ്ട്. കാരണം റോഡിലൂടെ പോകുമ്പോൾ അവർ വിളിച്ച്
നമ്മളോട് അവർ വണ്ടിയെ പോകുന്ന കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ. ശരിക്കും നല്ല മനസ്സിന് നല്ല സന്തോഷത്തോടു കൂടി ഇപ്പം നിൽക്കുന്നത്. കാരണം അവർ പറയും കൊറോണയുടെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ അവർ അനുഭവിച്ച ആ വേദനയൊക്കെ. അപ്പോൾ ആ വണ്ടി ഓടിക്കാൻ ഞങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ, അപ്പോൾ ഏജ് ആയിട്ടുള്ള ഒന്നും വിചാരിക്കേണ്ട, എല്ലാവർക്കും പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഇനിയും മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ തുടങ്ങുക. ഡ്രൈവിങ് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ മനോഭാവം മാറ്റിയാൽ മതി. ശരിക്കും ആർക്കും പറ്റുന്നൊരു കാര്യമാണിത് ഡ്രൈവിങ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഇതുപോലെ അടച്ചിരുന്ന ഒരു മടിച്ച് നിന്ന ഒരാളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് പറ്റിയപ്പോൾ അന്ന് അപ്പം എന്നോട് ചോദിക്കുന്നവരോട് ഞാനിതാ പറഞ്ഞത്, നിങ്ങൾക്കും പറ്റും എന്ന് അപ്പോഴവരോട് പറയാൻ തുടങ്ങി. വന്ന് പഠിച്ചു പോയവരും ഇപ്പം ഏജ് ഉള്ളവരും ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഇത്രയും ഉയരങ്ങളിലെത്തുക. ശരിക്കും എനിക്കിപ്പം ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് പോകുന്നു. ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ നന്നായിട്ട് പോകുന്ന ഒരാളാണ്. കാരണം അവരുടെ ആ ഒരാൾ പറഞ്ഞുള്ള അറിവിലാണ് മറ്റുള്ളവർ വരുന്നത്. ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരും കൂടെ ഞങ്ങൾ കോട്ടയത്താണ്, കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് ന്യൂ മോട്ടോ ഡ്രൈവിംഗ് സ്കൂള്. അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവർക്കും തന്നെ നമ്മളെ അറിയാം. അവരൊരാൾ പറഞ്ഞാണ്, ശരിക്കും ഒരു പരസ്യം പോലും അന്നില്ലായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവർ മറ്റുള്ളവരോട് പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇന്നവർ പറഞ്ഞിട്ട് വന്ന. ഇപ്പം അന്ന് പഠിച്ചവരുടെ മക്കൾ വരെ വന്ന് ലൈസൻസ് എടുത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം അവരുടെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ മക്കള് പഠിച്ചവരുടെ മക്കള് 18 വയസ്സാകുമ്പോഴേ നോക്കിയാണ് വിടുന്നത്, പഠിപ്പിക്കാൻ വിടുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും അവർ ആ വിളിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. ഒരു പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ ഞാൻ ഭയങ്കര നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതിലേക്ക് വരുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ട്, പേടിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി, മറ്റുള്ളവരിൽ നമുക്ക് ഒത്തിരി, അവരിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമ്പം അവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷം. അത് ടീച്ചിങ്ങിന് മാത്രമേ കിട്ടുള്ളൂ. ടീച്ചറിന് ഒരു പേരുണ്ടല്ലോ, എവിടെ നിന്ന് വിളിച്ചാലും നമ്മളെ ഓടി വന്ന് വിളിക്കുമ്പം കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് വലിയ ഒരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കാനായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണം. അത് പഠിക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതെ അതെ, പഠിക്കാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് എത്ര ഏജ് ഉണ്ടെങ്കിലും പറ്റും, എത്ര ഏജ് ഉണ്ടെങ്കിലും പറ്റുന്ന കാര്യമാണത്. അത് അവരൊന്ന് വന്ന് അത് പഠിക്കില്ല എന്ന് തോന്നുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ഡ്രൈവിങ്, കാരണം ഇന്ന് നമുക്ക് അത്യാവശ്യ ഘടകമാണ് ഡ്രൈവിങ്. ഡ്രൈവിങ് ഇല്ലാണ്ട് ഇപ്പം മക്കളൊക്കെ പഠിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര പോയി കഴിയുമ്പോൾ അവർ വരുന്നവരുണ്ട്. കാലിന് വേദന, വിനീത മക്കളൊക്കെ പഠിച്ചു ജോലിക്ക് പോയി, എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വന്നിട്ട് പഠിച്ചിട്ട് വണ്ടി ഓടിച്ച് നടന്നിട്ട് നമ്മുടെ അടുക്ക വരുന്ന അവർ, അയ്യോ അന്ന് വിനീത പറഞ്ഞിട്ടല്ലേ. പിന്നെ അവർ എല്ലാവരും പഠിച്ചിട്ടും വണ്ടി എടുക്കാണ്ടിരിക്കുന്നവരോട് നമ്മൾ പറയും, നേരെ നിങ്ങൾ സ്കൂട്ടർ എടുക്കുക അങ്ങനെ പറഞ്ഞ് എടുത്ത് ഓടിച്ച് ഞാൻ പറയും, വെളുപ്പിനെ നിങ്ങൾ ഒക്കെ ആരും അധികം ഇല്ലാത്തപ്പോഴും ഒക്കെ നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്യാനൊന്ന് ജസ്റ്റ് നിങ്ങൾ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴല്ല ഡ്രൈവിങ്ങിന്, അതല്ലാതെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നേരത്തെ മാറ്റി വെക്കുക. അപ്പം നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവർക്കും സമയമില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. സമയം ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോകുന്നതിനിടയ്ക്ക് ഓടിച്ചെന്ന് പഠിക്കാൻ, പ്രത്യേകിച്ച് ബാലൻസ് ഇല്ലാത്തവർ, നമ്മൾ എപ്പോഴാണോ ഫ്രീ ടൈം ഉള്ള ഒരു സമയം, ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് തുടങ്ങുവാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഓടി തിരക്കിനിടയ്ക്കോടെ പോകരുത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുവാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അല്ലാതെ ജോലിക്കിടയിൽ വരുന്നവരാണ് കൂടുതൽ എങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിട്ട് വരുവാണ് തുടക്കം. ഒരു അവധി ദിവസം നോക്കിയോ ഒക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിപ്പം ഡ്യൂട്ടിക്ക് കയറണം വെച്ചാൽ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് അവിടെ കയറണം എന്നുള്ളൊരു ചിന്തയായിരിക്കും അവിടെ ഉള്ളിൽ. അപ്പം പെട്ടെന്ന് അത് ഒരു ശ്രദ്ധ കിട്ടത്തില്ല. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ ഫ്രീ ആണോ, ഇപ്പം നമ്മളിവിടേക്ക് തന്നെ ആയിരിക്കും നമ്മളുടെ ശ്രദ്ധ വരുന്നത്. അവർ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതല്ല എനിക്കിത് 8 മണിക്കോ അല്ലെ 9 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ അവർ കൂടുതൽ സമയം നോക്കുന്ന വാച്ചിലേക്കായിരിക്കും. അങ്ങനെ ഒരു മനസ്സർപ്പിച്ച് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രൈവിംഗ് പഠിക്കുക, അത് പഠിക്കാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതിന്റെ പിന്നിലെ പ്രൊസീജിയേഴ്സ് തുടങ്ങിയവയൊക്കെയാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം മാം താങ്ക് യു സോ മച്ച്. ഒരു വണ്ടി ഓടിച്ച് പഠിച്ചതിന്റെ ഒരു സുഖം ഇപ്പൊ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്താ, നമുക്ക് ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം ഇനിയുള്ള ഉയരയിലൂടെ. സോ എന്തായാലും ഇന്നത്തെ ഉയര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. So this is Ajay Joe signing off from Uyare and you are listening to Sargakshetra 89.6 FM. Kadoram Karuthilai Kalathinopam. 89.6 FM Sargakshetra.